ചെന്നിത്തല മാധ്യമങ്ങളിൽ കാണുന്ന തത്സമയം. പറയട്ടെ, ക്ഷേമ പെൻഷനുകൾ വളരെ മാസക്കാലത്തെ കുടിശ്ശിക ഇട്ട നടപടി തന്നെ തെറ്റാണ്. ആ പെൻഷൻ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ വെളിച്ചത്തിൽ പെൻഷൻ കൊടുക്കുന്നതോടൊപ്പം ആ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ സഹകരണ സംഘങ്ങളിലൂടെ രാഷ്ട്രീയ പ്രചരണം നടത്തുകയും രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള വ്യാപകമായ പരാതി ഉയർന്നു വന്നിരിക്കുകയാണ്. അത് അവസാനിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. ഇത് 5-6 മാസമായി പെൻഷൻ കൊടുത്തിട്ടില്ല. അത് കൊടുക്കേണ്ടത് ആവശ്യവുമാണ്, കൊടുക്കണം. പക്ഷെ അതിനെ ഒരു രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുന്ന നടപടിയോട് യോജിക്കാൻ കഴിയില്ല. അത്തരം നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ കർഷകരുടെ കാര്യത്തിലാണെങ്കിലും ഗവൺമെൻറ് എടുത്ത നിലപാട് അങ്ങേയറ്റത്തെ വഞ്ചനാത്മകമായ നിലപാടാണ്. ഇവിടെ കർഷകരെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്ന് കരുതി ആശ്വാസത്തോടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ബാങ്കുകളിലെ ഉദ്യോഗസ്ഥന്മാർ വീടുകളിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുകയും അത് നോട്ടീസ് അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹകരണ ബാങ്കുകളിൽ നിന്ന് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വഞ്ചനാത്മകമായ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാർ ഈ കാര്യത്തിൽ കാണിച്ച അനാസ്ഥ കർഷക ദ്രോഹമാണ്, കർഷകർക്കെതിരായ നിലപാടാണ്. എങ്ങനെ വരുമെന്നാണോ വരില്ലെന്നാണോ അറിയാമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അങ്ങ് പറയുന്നില്ലേ. ഇന്നലെ വരെ നിങ്ങളെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിരുന്നത് വരുമെന്ന പ്രതീക്ഷയാണ്. അതാണ് സത്യം. ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം വരണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഹൈക്കമാൻഡുമാണ്. അങ്ങനെ CPM-ന്റെ ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. ഒരിക്കലും അങ്ങനെ CPM-ഓ അല്ലെങ്കിൽ ഇടതുപക്ഷമോ ഇത്ര ഒരു സമ്മർദ്ദം ഉണ്ടാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ സമ്മർദ്ദം ഉണ്ടായാൽ തന്നെ അത് രാഹുൽ ഗാന്ധി അംഗീകരിക്കണമെന്നുമില്ലല്ലോ. അതൊക്കെ BJP-യുടെ കള്ളപ്രചരണമാണ്. ഞങ്ങളും കർണാടകവും തമിഴ്നാടും എല്ലാം രാഹുൽ ഗാന്ധിയോട് അതാത് സംസ്ഥാനങ്ങളിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സമ്മർദ്ദമാണെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അത് ശരിയായ കാര്യമല്ല. അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുമില്ല. അഥവാ ഉണ്ടായാൽ അത് അംഗീകരിക്കുന്ന രീതി കോൺഗ്രസിന് ഇല്ലതാണ്. ഇത്ര ഒരു പ്രചരണം ഉണ്ടാക്കിയതിൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ആരും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. ഇന്നൊരു തീരുമാനം ഉണ്ടാവും. ഇല്ല, അങ്ങനെ പ്രഖ്യാപിച്ചതല്ലല്ലോ, ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ. ഈ കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ്. അത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അല്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചില്ലല്ലോ. തീരുമാനിക്കേണ്ട കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയല്ലേ. അത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലോ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എത്രയും പെട്ടെന്ന്. ഏതായാലും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും.